ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയ 2 അതിഥികളും കൂടെ വന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 2 അതിഥികളിൽ ഒന്നാമത്തെ ആൾ. ഇത് നമ്മൾ നല്ല റംബൂട്ടാൻ്റെ ഒരു തൈയാണ്. ഹോം ഗ്രൗണ്ടിൻ്റെ N18 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവനെ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങി. അടുത്ത ആൾ ഇതാ ഈ ഇത്തിരി കുഞ്ഞൻ ഹോം ഗ്രൗണ്ടിൻ്റെ തന്നെ ഒരു കാലാപ്പാടി മാവിനുമാണ്. അപ്പോൾ ഈ 2 പേരെ നമ്മളിന്ന് റംബൂട്ടാനെയും നമ്മുടെ കാലാപ്പാടി മാവിനെയും ഇന്ന് നമ്മൾ വാങ്ങിയതാണ്. നേരത്തെ നമ്മൾ വാങ്ങി വെച്ചിരുന്ന ഹിമ പസന്തിൻ്റെ ഒരു മാവിൻ തൈ ഇതാ ഈ ഡ്രമ്മിൽ നമ്മൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവന്മാരെ 2 പേരെയും നമുക്ക് ഈ ടെറസിൻ്റെ മേലെയാണ് സെറ്റാക്കേണ്ടത്. ഇനിയിപ്പോൾ അതിനുള്ള പണികൾ കുറച്ച് ചെയ്യാനുണ്ട്. ഡ്രമ്മ് വാങ്ങാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് മണ്ണും മറ്റ് വളമൊക്കെ കയറ്റണം. അതിന് സമയം കണ്ടെത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാവും റംബൂട്ടാനും വാങ്ങാൻ പോയപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് വിത്തുകൾ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഉണ്ട വഴുതന, പിന്നെ നീളത്തിലുള്ള വഴുതന, പിന്നെ നമ്മുടെ വെള്ള കാന്താരി മുളക്, അപ്പോൾ ഈ 3ഉം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മുളപ്പിച്ചെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ കാണുന്ന സംഭവം നമ്മൾ വീട്ടിലേക്ക് വേസ്റ്റൊക്കെ ഇട്ട് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് മുമ്പേ സെറ്റാക്കിയ ഒരു സംഭവമാണ്. ചെറിയൊരു കുഴിയെടുത്ത് ഇഷ്ടിക അടുക്കി അതിന് മുകളിൽ ഓട് അടുക്കി വീട്ടിൽ വരുന്ന വേസ്റ്റൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഈ മണ്ണെടുത്തിട്ട് വേണം നമുക്ക് നമ്മളുടെ വിത്ത് പാകാൻ. അപ്പോൾ നമ്മൾ വിത്ത് പാകാനായിട്ട് ഇതാ ഈ കാണുന്ന 3 ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നമ്മളുടെ കമ്പോസ്റ്റിലെ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഉണ്ണിമോളും ഒരു കുഞ്ഞു ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാകാൻ പോകുന്നത് നമ്മുടെ വെള്ള അരിമുളകിൻ്റെ വിത്താണ്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് നോക്കാം എത്ര വിത്തുകളുണ്ട് നോക്കാം. വളരെ കുറച്ച് വിത്തുകളേ ഉള്ളൂ. ഇതാണ് അരിമുളകിൻ്റെ വിത്ത്. അപ്പോൾ ഉണ്ണിമോളുടെ പാത്രത്തിൽ ഒരു 2 വിത്തിടാം. ബാക്കി നമ്മൾ ഇതിൽ ഇങ്ങനെ പായി കൊടുക്കാം. അതിനുശേഷം അടുത്ത് നമ്മൾ എടുക്കുന്നത് ഈ ഉണ്ട വഴുതനയുടെ വിത്താണ്. അപ്പോൾ ഇതും നമുക്ക് എത്ര വിത്തുണ്ടെന്ന് നോക്കാം. ഇതിൽ കുറച്ചധികം വിത്തുണ്ട്. നമുക്ക് ഇതിൽ തന്നെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മളുടെ ഈ നീളൻ വഴുതനയുടെ വിത്താണ്. അതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ 3ാമത്തെ ചട്ടിയിൽ കുറച്ച് പായി കൊടുക്കാം. അങ്ങനെ 3 വിത്തും നമ്മൾ കുറച്ച് പാകിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. 3 ചട്ടിയിലും കുറേശ്ശെ മണ്ണെടുത്ത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിത്തൊക്കെ പാകിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വിത്ത് മുളച്ച് നല്ല ചെടികൾ കിട്ടുമ്പോൾ ഈ കാണുന്ന ഗ്രോ ബാഗിൽ നിറച്ച് നമുക്ക് ഇവിടെ സെറ്റാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.